10,000 സാർ, കൗണ്ട് ചെയ്തോളൂ. പറയടാ. ട്രാവൽസ് ഒക്കെ തുടങ്ങി വലിയ ബിസിനസ് മാൻ ആയല്ലേ? വന്നിരിക്കെ സാർ. കഴുത്ത് വേദനിക്കുന്ന ഇരിക്കടാ. നീ ഷ്യൂരിറ്റി, നീ ലാൻഡ് ഓണർ. എത്ര കൊല്ലമായി ഈ തരികിട തുടങ്ങിയിട്ട്? സാർ, സാറ് വിചാരിക്കുന്ന പോലെ ഒന്നും. അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ ഞാൻ. ഓൾറെഡി അവൻ അപ്രൂവറായി മാറിക്കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കടാ. സംഭവിച്ചത് എന്താന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. സാർ, ഞങ്ങൾ ട്രാവൽസ് തുടങ്ങാൻ വേണ്ടിയാണ് കാശ് വാങ്ങിച്ചത്. ആ ഡോക്യുമെന്റ്സ് പോലും സാമുൽ സാറാണ്. ഇത് കൊള്ളാടാ. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫ്രോഡ് ചെയ്യാൻ ആരും ആലോചിച്ച് കാണില്ല. അവന്റെ പേരെന്താന്ന് പറഞ്ഞ്? സാമുവൽ അല്ലേ? ആ, അവനെ വിളിക്ക്. നോട്ട് റീച്ചബിളാടാ. പാർട്ടി എസ്കേപ്പ് ആയെന്ന് തോന്നുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആടാ. ഡാ സാർ, മറ്റവന്മാർക്ക് ഞങ്ങളൊരു വല വീശിട്ടുണ്ട്. സാർ, നിങ്ങളുടെ വീട്ടുകാർക്ക് ഈ കാര്യമൊന്നും അറിയില്ലല്ലേ? നിന്നെ പൊക്കി ഇപ്പൊ ലോക്കപ്പിലിട്ടാ നിന്റെ മൊത്തം കുടുംബം റോട്ടിലേക്ക് വരും. പിന്നെ നിന്റെ കാര്യം ഒരു പിച്ചക്കാരനെ പോലെ തെണ്ടി തിരിയേണ്ടി വരും. എടാ ഷൂരിറ്റി, ഞാൻ പറഞ്ഞ നിനക്കും ബാധക. ഇല്ലാത്ത സ്വത്തിന് സാക്ഷിയായല്ലേ നീ? സാർ പ്ലീസ് സാർ, അടുത്ത ആഴ്ച എന്റെ കല്യാണം സാർ. ആയിക്കോട്ടെ. എനിക്ക് ചൊവ്വാദോഷം ഉണ്ട് സാറേ. അതിന് വീട്ടില് കല്യാണത്തിന്റെ ഏർപ്പാടൊക്കെ നടക്കുക. ഇപ്പൊ ഇത് ടിവിയിൽ എങ്ങനെ വന്നാ നാണക്കേടാവും സാറേ. എന്നാ നിന്റെ വീട്ടിലെ TV കണക്ഷൻ മാത്രം കട്ട് ചെയ്യാൻ പറയട്ടെ. സാർ, ഡ്യൂ ഒക്കെ ഞങ്ങൾ മര്യാദ കിട്ടുന്നുണ്ട് സാർ. ലോൺ കഴിഞ്ഞോണ്ട് ഞങ്ങൾ തന്നെ പേപ്പർ കീറി കളയാന്നിരിക്കുകയാണ് സാർ. അപ്പോഴേക്കും ഇങ്ങനെ. ഞങ്ങൾ ആരും പറ്റിച്ചിട്ടില്ല സാറേ, വിശ്വസിക്കും സാറേ. പ്ലീസ് സാർ, പ്ലീസ് സാർ, ഞാൻ കാല് പിടിക്കാം സാറേ. തൊട്ട് സംസാരിക്കുന്നു. 50 ലക്ഷം രൂപ നിങ്ങൾ അടിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഞാൻ ചെയ്ത ജോലിക്ക് എനിക്കൊരു റിവാർഡ് വേണം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്റെ കൈക്ക് വല്ലതും വരണം. സാർ പറഞ്ഞാൽ മതി, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. ഡാടാ, പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്നോ? ഞാൻ ട്രാഫിക് പോലീസ് ഒന്നും അല്ല. 10 ലക്ഷം എടുക്ക്, ആൾക്ക് 5 വീതം. 2 ദിവസം സമയം തരാം. വേഗം റെഡിയാക്കാൻ നോക്ക്. അത്രയും കാശിന് ഞങ്ങൾ എവിടെ പോകാൻ സാർ? ഞങ്ങള് റൊട്ടേഷനിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമൗണ്ട് ഒന്ന് കുറച്ച് പറഞ്ഞാ. എന്താടാ, ബാർഗൻ ചെയ്യാണോ? നിന്നെ പോലത്തെ മരം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പൈസ എന്നാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നീ അകത്ത് കിടക്കേണ്ടി വരും. എനിക്കും എന്റെ ജോലി ചെയ്യണ്ടേ സാർ? അത് പിന്നെ ഞാൻ. നീ മോട്ടിക്ക് പിടിച്ചു പെറുക്കി കൊല്ല്. എനിക്ക് വേണ്ടത് പൈസയാ. 2 ദിവസം സമയം തരാം. പൈസ കിട്ടിയ എവിഡൻസ് ഇല്ലാതെ ഞാൻ കേസ് ക്ലോസ് ചെയ്യാം. കാശ് എടുക്കുന്നോ അതോ ജയിലിൽ കിടക്കുന്നോ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഇതാണ് ഞാൻ. സംഭവിച്ചത് എന്താണോ അത് നല്ലതിന് വേണ്ടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് അതെങ്ങനെ എടുക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ എൻ്റെ കയ്യിൽ 10,000 പോലും ഇല്ല. അടുത്ത 2 ദിവസത്തിൽ 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണം. ആ 10 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. ഞാൻ കാരണം എൻ്റെ ഫ്രണ്ടിനും ഇപ്പോൾ പ്രശ്നമാണ്. ആരോട് പോയി കാശ് ചോദിച്ചാലും ഉണ്ടായിട്ടും ഇല്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞ് കാണാതിരിക്കില്ല. സാർ, ഐസ് ക്യൂബ് ഇട്ട് കുടിക്ക് സാറേ. വാടാ. അളിയ, കിഷോർ വന്നോടാ.
ആരും വന്നില്ല. കാശെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് ഓടുക ചെയ്യുന്നത്. ബ്രദർ, ഞാനും കുറെ ശ്രമിച്ചടാ. 1 മാസമായാലും റെഡിയാക്കാൻ പറ്റും തോന്നില്ല. വേണമെങ്കിൽ കുറേശ്ശെ തരാന്ന് പറഞ്ഞു നോക്കിയാലോ? അല്ലടാ, ഞാൻ സംസാരിച്ച് നോക്കി, വർക്കൗട്ട് ആവുന്നില്ല. പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ നാണം കെടുത്തുന്നാ പറയുന്നത്. എല്ലാം കൂടി വിറ്റാൽ പോലും ഒരു 3 ചേർക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ്യണോടാ. അല്ല, നമ്മുടെ ചന്ദ്രനോട് ചോദിച്ചോ? ഏത് ചന്ദ്രൂടാ? നിക്ക്, ഞാൻ ചോദിക്കാം. വെള്ളം അടിച്ചോടനെ മുള്ളം വിട്ടു. അല്ല, സമയം എത്രയായി? എടാ, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. സോറി, അറിയാതെ പറ്റിയതാ ബ്രോ, അറിയാതെ പറ്റിയതാ. സൂക്ഷിച്ചു വരാൻ അറിയില്ല. ദേഷ്യപ്പെടല്ലേ ബോസ്. ഞങ്ങൾ കയ്യിൽ കാശിൽ കടം മേടിച്ചാ കുടിക്കുന്നേ. അതാ നീ തള്ളിയിട്ടത്. ബോസ് പ്ലീസ് ഇങ്ങോട്ട് നോക്ക് ബോസ്. എന്റെ പേഴ്സ് കണ്ടോ? അകത്ത് എന്തുമാത്രം കാശ് ഉണ്ടെന്ന് നോക്ക് സാർ. എത്ര വേണമെങ്കിലും കുടിച്ചോ, ഒരു കുഴപ്പമില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. ടേണിംഗ് ഹാൻഡ് ടച്ചിങ് സാധനം മിസ്സിംഗ്. ബോസ് ദേഷ്യപ്പെടല്ലേ. ബെറബോ എന്ത് വേണമെങ്കിലും കൊടുത്തോ, എല്ലാം എന്റെ ചെലവാ. ഇരിക്കും ബോസ്, അടിച്ചോ. നിങ്ങൾ വിളിച്ചാ സോറിയേ. അവനെന്താ വട്ടാണോ? ഇതിനാണോ ഇത്രയും കാശ് തന്നിട്ട് പോന്നേ? നമ്മൾ കുടിക്കുന്നതിന്റെ ബില്ല് കൊടുക്കുന്നേ. ആരടാ അയാള്? ഹലോ, ഒന്നും ഇങ്ങോട്ട് വരുമോ? ആ പോയതാരാ? അദ്ദേഹം എന്റെ റെഗുലർ കസ്റ്റമറാ സാർ. 2000-3000 ഒക്കെ എനിക്ക് ടിപ്സ് തരിക. വലിയ ആളാ സാർ. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അത്ര വലിയ ആളാണോ? ഒരു 10 ലക്ഷം ചോദിച്ചാൽ തരുമോ അയാള്? അതൊക്കെ സിമ്പിൾ മാറ്ററാ സാർ. സിമ്പിൾ മാറ്ററാന്നോ സാർ? ഞാൻ തന്നെ 2 ലക്ഷം രൂപയോളം കടം മേടിച്ചിട്ടുണ്ട്, അറിയോ? ആളെ കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, എന്ത് ചോദിച്ചാലും എടുത്തു തരും. അതൊക്കെ പോട്ടെ, നിന്നെ എങ്ങനെ അയാൾക്ക് ഇഷ്ടപ്പെട്ടടാ? ശരിയല്ലല്ലോ. ഛി, ഒന്ന് പോ സാറേ. കഴിക്കു സാറേ. നീ അവന്റെ കാര്യം വിട്. ഇവനെന്തിനാ നിന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? അതേടാ മച്ചാനെ, ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇവൻ അവനാണെന്നാ തോന്നുന്നത്. എവൻ? അവൻ തന്നെ. അളിയാ, എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നിന്നെ ഒരു ചരക്കിനെ നോക്കുന്ന പോലെ നോക്കുന്നത്. തോന്നിയാസം പറയരുത് കേട്ടല്ലോ. ഒരാഴ്ച കഴിഞ്ഞ എന്റെ കല്യാണ. വെറുതെ തമാശ പറഞ്ഞ് എന്റെ ജീവിതം നശിപ്പിക്കല്ലേ നീ. അടിപൊളിയായിട്ടുണ്ട്. ആർക്കാന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തേക്ക്. സാറേ, ഇത് നിങ്ങൾക്കുള്ളതോ? തനിക്ക് മാറിപ്പോയത് ഞങ്ങളുടെ അല്ല, ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തല്ല. താൻ ടേബിൾ മാറി കൊണ്ടുവന്നതാ. സാറേ, കൃത്യമായിട്ടാ കൊണ്ടുവന്ന്. ഗജേന്ദ്ര സാറാ ഓർഡർ ചെയ്തത്. ഗജേന്ദ്രൻ സാറോ? മൈ ഗിഫ്റ്റ്. കൺഫേം, ഇതിലൊരു സംശയമില്ല. അവൻ തന്ന കാശ് പോലും നിനക്ക് അഡ്വാൻസ് ആണെന്നാ തോന്നുന്നത്. എന്നാ നീ തന്നെ വെച്ചോ. പക്ഷെ ഒരു അഡ്വൈസ് മാത്രം തരാം, ദയവായി നീ തിരിച്ചു നോക്കില്ല. ഞാൻ എങ്ങോട്ടാടാ നോക്കിയത്? അവനല്ലേ. ഓ അയ്യോ, നിങ്ങക്ക് രണ്ടുപേർക്കിടയിൽ ഞാൻ എന്തിനാ? നീ എല്ലാം കഴിഞ്ഞിട്ട് നാളെ വന്നാൽ മതി കേട്ടോ. മോർണിംഗ് കാണാം നമുക്ക്. ഇരിക്കടാ, അവൻ കുറച്ച് ഓവറാവുന്നുണ്ടല്ലോ. അവൻ എന്താ കരുതിയേ? ഇത് അവന്റെ മോന്തക്ക് വലിച്ചെറിഞ്ഞിട്ട് വരാം. ആരടാ താൻ? എനിക്കെന്തിനാ നീ ഫുഡ് ഓർഡർ ചെയ്യുന്നേ? ബോസ്, ഫുഡെല്ലാം ഞാൻ മേടിച്ചല്ലോ. ഞാൻ സഹായിച്ച എന്നെ സഹായിക്കില്ലേ? താൻ സഹായിച്ച ഞാൻ എന്തിനെ സഹായിക്കണം? ദേ നോക്ക്, താൻ കാശ് എന്നപ്പോഴേ ഡൗട്ട് തോന്നിയതാ. താൻ കരുതുന്ന പോലത്തെ ആള് ഞാനല്ല, മനസ്സിലായല്ലോ? അയ്യോ ബോസ്, ഞാൻ നിങ്ങൾ കരുതുന്ന പോലത്തെ ആളല്ല. കീർത്തിയുടെ ബ്രദർ ആയതുകൊണ്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത്. കീർത്തിയോ? സിൻസിയർ ലവ് സാറേ. നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാ ഇതൊക്കെ. ഈ കീർത്തിയും ലവ് ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടാലുണ്ടല്ലോ ഒന്നാണ് ഞാൻ. എന്താടാ? ഇല്ലളിയ, ഞാൻ ഇതുവരെ കൈവച്ചിട്ടില്ല. ബോസ്, വെള്ളം അടിച്ച വയറ്റ് കിടക്കണം, പെങ്ങളെ മറക്കരുത്. ഓൾറെഡി ഞങ്ങൾക്ക് 1008 പ്രശ്നങ്ങളുണ്ട്. ഇത് 1009 എടുത്താ മതി പ്ലീസ്. ഒന്ന് സഹായം. നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ ഞങ്ങളല്ല. പോവാം. ബോസ്, ഇവന്റെ പെങ്ങളെ ഞാൻ ഷോപ്പിംഗ് മാളിൽ വെച്ച് എടുത്ത ഫോട്ടോ. നിനക്ക് അനിയത്തിനോടാ? മച്ചാനെ, ഇവന് വട്ടാടാ, കണ്ടറിയില്ല. അരമെന്റല. ഇത് നീയല്ലേടാ? സോറി ബോസ്, അളിയനാ. ഇത് നിങ്ങളല്ലേ, ഒന്ന് നോക്ക്. നീ തന്നെയാണത്. നന്നായി നോക്ക്. ഇത് നീയല്ലേ? ഇത് നിന്റെ പെങ്ങളല്ലേ? നീ തന്നെയല്ലേടാ ഇത്? എന്ത് ഇതോ? കണ്ടോ, സമ്മതിച്ചു സാറേ. ബോസ്, നിങ്ങളുടെ പെങ്ങളെ ഞാൻ സിൻസിയർ ആയിട്ട് പ്രേമിക്കുക. കണ്ട് വീണതാ ഞാൻ. നിങ്ങളുടെ പെങ്ങളെ ഞാൻ എന്റെ കൈവെള്ളയിൽ വെച്ച് നോക്കിക്കോളാം. കോടിക്കണക്കിന് കാശുണ്ട് എന്റെ അടുത്ത്. എങ്ങനെ ചെലവാക്കണമെന്ന് അറിയില്ല. പക്ഷെ നിങ്ങളുടെ പെങ്ങളെ ഓർക്കുമ്പോ മനസ്സിൽ നിന്ന് ഒരു കിളി അങ്ങ് പറന്നു പോകും. എങ്ങനെയാ പറക്കുന്നതെന്ന് അറിയാമോ?